ഹലോ ഫ്രണ്ട്സ്, ഈ വീഡിയോയിൽ നമ്മൾ RCC അതായത് റീൻഫോഴ്സ്ഡ് സിമെൻറ്റ് കോൺക്രീറ്റ് എന്ന ടോപ്പിക്കിലെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ദ സ്ലം ടെസ്റ്റ് ഓഫ് കോൺക്രീറ്റ് ഇസ് എ മെഷർ ഓഫ് ഇറ്റ്സ്. സ്ലം ടെസ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് കോൺക്രീറ്റിൻ്റെ വർക്കബിലിറ്റി മെഷർ ചെയ്യാനാണ്. ഈ ടെസ്റ്റിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഒരു സ്ലം കോണിനുള്ളിൽ കോൺക്രീറ്റിനെ 3 ലെയറായിട്ട് ഫില്ല് ചെയ്ത് ഓരോ ലെയറിനെ 25 ടൈംസ് ടാമ്പ് ചെയ്യുന്നു. ഇതിന് ശേഷം ടോപ്പ് സർഫസ്, സ്ലം കോണിൻ്റെ ടോപ്പ് സർഫസ് ലെവൽ ചെയ്തിട്ട് ഈ സ്ലം കോണിനെ മുകളിലോട്ട് ഉയർത്തും. അപ്പോൾ ഉള്ളിലുള്ള കോൺക്രീറ്റ് താഴോട്ട് സബ്സൈഡ് ചെയ്യുന്നു. ഇനി ഈ സ്ലം കോണിൻ്റെ ഹൈറ്റും ഈ താഴെ വന്ന് ബാക്കി കിടക്കുന്ന ഈ കോൺക്രീറ്റിൻ്റെ ഹൈറ്റും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ആ വരുന്ന ഡിഫറൻസിനെയാണ് നമ്മൾ സ്ലംപ് എന്ന് വിളിക്കുന്നത്. ഈ സ്ലംപിൻ്റെ വാല്യൂ എത്രയാണോ അതിനെ ബേസ് ചെയ്ത് കോൺക്രീറ്റിൻ്റെ വർക്കബിലിറ്റി നമ്മൾ മെഷർ ചെയ്യുന്നു. അതായത് 0 to 25 mm വരെയാണെങ്കിൽ വളരെ ലോ വർക്കബിലിറ്റി എന്നും, 25 to 50 mm ആണെങ്കിൽ ലോ വർക്കബിലിറ്റി എന്നും, 50 to 100 mm വരെയാണെങ്കിൽ മീഡിയം വർക്കബിലിറ്റി എന്നും, 100 to 175 ആണെങ്കിൽ ഹൈ വർക്കബിലിറ്റി എന്നും വിളിക്കുന്നു. ഇതാണ് നമ്മൾ സ്ലം ടെസ്റ്റിൽ ചെയ്യുന്നത്. അപ്പോൾ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ 2, വർക്കബിലിറ്റി. അടുത്ത ക്വസ്റ്റ്യൻ, ദ അഗ്രിഗേറ്റ് വിച്ച് ഇസ് കോൾഡ് കോഴ്സ് അഗ്രിഗേറ്റ് ഇഫ് ഇറ്റ് ഇസ് കംപ്ലീറ്റ്ലി റീറ്റെയിൻഡ് ഓൺ. അഗ്രിഗേറ്റിൻ്റെ സൈസാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. കോഴ്സ് അഗ്രിഗേറ്റിൻ്റെ നമ്മൾ അഗ്രിഗേറ്റ്സിനെ തന്നെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യും, കോഴ്സ് അഗ്രിഗേറ്റും ഫൈൻ അഗ്രിഗേറ്റും. 4.75 mm തൊട്ട് 80 mm വരെ സൈസുള്ള അഗ്രിഗേറ്റിനെയാണ് നമ്മൾ കോഴ്സ് അഗ്രിഗേറ്റ് എന്ന് വിളിക്കുന്നത്. അതിൻ്റെ എക്സാമ്പിൾസ് ആണ് ഗ്രാവൽ, ബ്രോക്കൺ ബ്രിക്സ് ഒക്കെ. ഇനി ഫ്ലൈ ആഷ്, സാൻഡ് പോലുള്ള വളരെ സ്മോൾ സൈസിലുള്ള അഗ്രിഗേറ്റ്സിനെയാണ് നമ്മൾ ഫൈൻ അഗ്രിഗേറ്റ് എന്ന് വിളിക്കുന്നത്. ഇതിൻ്റെ സൈസ് റേഞ്ച് വരുന്നത് 4.75 തൊട്ട് 150 മൈക്രോൺ വരെയാണ്. ഇത് ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നത് കോഴ്സ് അഗ്രിഗേറ്റിൻ്റെ സൈസിലെ ഏത് സീവിലാണ് റീറ്റെയിൻ ചെയ്യുന്നത് എന്നാണ്. അപ്പോൾ ഇത് കറക്റ്റ് ആൻസർ ഇസ് 4.75 mm. അടുത്ത ക്വസ്റ്റ്യൻ, ദ നോമിനൽ മിക്സ് കറസ്പോണ്ടിങ് ടു M25 ഗ്രേഡ് ഇസ്. M25 മിക്സിൻ്റെ നോമിനൽ മിക്സ് എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് നോമിനൽ മിക്സ് എന്ന് ഉദ്ദേശിക്കുമ്പോൾ സിമെൻറ്റിൻ്റെയും ഫൈൻ അഗ്രിഗേറ്റിൻ്റെയും കോഴ്സ് അഗ്രിഗേറ്റിൻ്റെ ഒരു ഫിക്സഡ് പ്രൊപ്പോർഷൻ ഉണ്ട്. ഇതിനെയാണ് നോമിനൽ മിക്സ് എന്ന് വിളിക്കുന്നത്. അങ്ങനെ M25 മിക്സിൻ്റെ നോമിനൽ പ്രൊപ്പോർഷൻ, മിക്സിൻ്റെ പ്രൊപ്പോർഷൻ എത്രയാണെന്ന് ചോദിക്കുവാണെങ്കിൽ അത് 1:1:2 ആണ്. സോ ദ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ 1, 1:1:2. അടുത്ത ക്വസ്റ്റ്യൻ, ദ മെക്കാനിക്കൽ ഡിവൈസ് യൂസ്ഡ് ഫോർ കോമ്പാക്ടിങ് ഓഫ് കോൺക്രീറ്റ് വെൻ ഇറ്റ് ഇസ് പ്ലേസ്ഡ് ഇസ്. കോൺക്രീറ്റിനെ രണ്ട് രീതിയിൽ നമുക്ക് കോമ്പാക്റ്റ് ചെയ്യാം. കോൺക്രീറ്റ് പ്ലേസ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിനെ ഒന്നുകിൽ ഹാൻഡ് മിക്സിംഗ് വഴി, അതായത് റോഡിങ് വഴി കോമ്പാക്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ മെക്കാനിക്കൽ കോമ്പാക്ഷൻ പ്രൊവൈഡ് ചെയ്യാം. ഈ മെക്കാനിക്കൽ കോമ്പാക്ഷനിൽ തന്നെ ഏറ്റവും കോമൺ ആയിട്ട് വൈഡ് സ്പ്രെഡ് ആയിട്ടും യൂസ് ചെയ്യുന്ന മെത്തേഡാണ് വൈബ്രേഷൻ കൊടുത്ത് കോമ്പാക്റ്റ് ചെയ്യുന്നത്. അതിനായിട്ട് നമ്മൾ വൈബ്രേറ്ററാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ മിക്സർ എന്ന് പറയുന്നത് കോൺക്രീറ്റ് മിക്സ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഡിവൈസാണ്. So the correct answer is option 1, vibrator. അടുത്ത question, the concrete slum recommended for beams and slabs. ഓരോ ടൈപ്പ് കൺസ്ട്രക്ഷനും ഓരോ സ്ലം വാല്യൂസ് പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട് കോഡ്. അപ്പോൾ ബീംസ് ആൻഡ് സ്ലാബ്സിന് കൊടുത്തിരിക്കുന്ന സ്ലം വാല്യൂ എന്ന് പറയുന്നത് 30 to 125 mm ആണ്. സോ ദ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ 3, 30 to 125 mm. അടുത്ത ക്വസ്റ്റ്യൻ, the compaction of concrete affects its options നോക്കാം. ഡെൻസിറ്റി, സ്ട്രെങ്ത്, ഡ്യൂറബിലിറ്റി, ഓൾ ഓഫ് ദ അബോവ്. നമ്മൾ കോൺക്രീറ്റ് കോമ്പാക്റ്റ് ചെയ്യും തോറും അതിൻ്റെ ഡെൻസിറ്റി കൂടുന്നു. ഇങ്ങനെ ഡെൻസിറ്റി കൂടുമ്പോൾ തന്നെ അതിൻ്റെ സ്ട്രെങ്ത്തും ഡ്യൂറബിലിറ്റിയും ഒക്കെ ഇംപ്രൂവ് ആവും. സോ ദ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ 4, ഓൾ ഓഫ് ദ അബോവ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇനേർട്ട് മെറ്റീരിയൽ ഓഫ് എ കോൺക്രീറ്റ് മിക്സസ്. ഒരു കോൺക്രീറ്റ് മിക്സിലെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് ചോദിക്കുവാണെങ്കിൽ സിമെൻറ്റ്, ഫൈൻ അഗ്രിഗേറ്റ്, കോഴ്സ് അഗ്രിഗേറ്റ്, വാട്ടർ, പിന്നെ അഡ്മിക്സ്ചേഴ്സ്. ഇതിലെ ഇനേർട്ട് മെറ്റീരിയൽ ഏതാണെന്ന് ചോദിക്കുവാണെങ്കിൽ അത് അഗ്രിഗേറ്റ് ആണ്. കാരണം അഗ്രിഗേറ്റ്സ് ഇതിൽ പറയുന്ന മറ്റ് ഇൻഗ്രീഡിയൻസുമായിട്ടൊന്നും കെമിക്കലി റിയാക്ട് ചെയ്യുന്നില്ല. അതുകൊണ്ട് ദ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ 3, അഗ്രിഗേറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഫോം വർക്ക് ഫ്രം ദ അണ്ടർ സൈഡ് ഓഫ് ദ സ്ലാബ് ക്യാൻ ബി റിമൂവ്ഡ് ഓൺലി ആഫ്റ്റർ. ഓരോ ടൈപ്പ് സ്ട്രക്ചേഴ്സിനും അതിൻ്റെ ഫോം വർക്ക് എത്ര ദിവസത്തിന് ശേഷം റിമൂവ് ചെയ്യാമെന്നുള്ളതിന് കോഡ് പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അതിൽ സ്ലാബിൻ്റെ തന്നെ സോഫിറ്റ് ഫോം വർക്ക് മാത്രമേ റിമൂവ് ചെയ്യുന്നുള്ളൂ എങ്കിൽ, അതായത്
സോഫിറ്റ് ഫോം വർക്ക് എന്ന് ഉദ്ദേശിക്കുന്നത് സ്ലാബ് വാർക്കാൻ നേരം നമ്മൾ ബോട്ടത്തിൽ പ്രൊവൈഡ് ചെയ്യുന്ന തട്ടുണ്ടല്ലോ, അതിനാണ് സോഫിറ്റ് ഫോം വർക്ക്, അതായത് സ്ലാബിൻ്റെ താഴ്വശത്ത് വരുന്ന ഫോം വർക്ക്. ഇത് മാത്രമാണ് റിമൂവ് ചെയ്യുന്നത്. പ്രോപ്സ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുവാണെങ്കിൽ, പ്രോപ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് ഈ താഴെ വരുന്ന ഫോം വർക്കിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് നമ്മൾ കൊടുക്കുന്ന വെർട്ടിക്കൽ സപ്പോർട്ട്സ് ആണ്. അപ്പോൾ ഇങ്ങനെ പ്രോപ്സ് നിർത്തുന്നുണ്ട്, പക്ഷേ താഴത്തെ ഫോം വർക്ക് മാത്രമേ റിമൂവ് ചെയ്യുന്നുള്ളൂ എങ്കിൽ 3 days കഴിഞ്ഞാൽ നമുക്ക് ഈ ഫോം വർക്ക് റിമൂവ് ചെയ്യാം. എന്നാൽ പ്രോപ്സും റിമൂവ് ചെയ്യണം എന്ന കേസാണെങ്കിൽ 2 ഓപ്ഷൻസ് ഉണ്ട്. സ്പാൻ അപ് ടു 4.5 meter ആണ് സ്ലാബിൻ്റെ എങ്കിൽ നമുക്ക് 7 days കഴിഞ്ഞ് റിമൂവ് ചെയ്യാം. എന്നാൽ സ്പാൻ ഗ്രേറ്റർ ദാൻ 4.5 meters ആണെങ്കിൽ 14 days കഴിഞ്ഞ് ഫോം വർക്ക് റിമൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഈ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ ഫോം വർക്ക് ഫ്രം ദ അണ്ടർസൈഡ് ഓഫ് സ്ലാബ് എന്നേ പറയുന്നുള്ളൂ. ഇതിൻ്റെ സ്പാൻ എത്ര ആണെന്നോ പ്രോപ്സിനെ കുറിച്ചോ ഒന്നും മെൻഷൻ ചെയ്യുന്നില്ല. അപ്പോൾ ഓപ്ഷൻസിൽ തന്നിരിക്കുന്നതും 2, 4, 7, 14 days എന്നാണ്. അപ്പോൾ ആദ്യത്തെ കേസിൽ, അതായത് സോഫിറ്റ് ഫോം വർക്ക് റിമൂവ് ചെയ്യുന്നു പക്ഷേ പ്രോപ്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്ന കേസ് ആയിരുന്നെങ്കിൽ ആൻസർ 3 days ആയിരുന്നു. അപ്പോൾ അതൊന്നും ഓപ്ഷൻസിൽ തന്നിട്ടില്ല. പിന്നുള്ള നമ്മുടെ വരാൻ സാധ്യതയുള്ള ഓപ്ഷൻ 7 days 14 days അതായത് സ്പാൻ അപ് ടു 4.5 ആണെങ്കിൽ 7 days, സ്പാൻ ഗ്രേറ്റർ ദാൻ 4.5 ആണെങ്കിൽ 14 days ആണ്. ഇപ്പോൾ സ്പാനിനെ കുറിച്ച് ഒന്നും മെൻഷൻ ചെയ്തിട്ടില്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് അസ്യൂം ചെയ്യാം അത് 4.5 metersനുള്ളിലുള്ള സ്പാനാണ് ഉദ്ദേശിക്കുന്നതെന്ന്. അതുകൊണ്ട് ദ കറക്റ്റ് ആൻസർ വുഡ് ബി ഓപ്ഷൻ 3, 7 days. അടുത്ത ക്വസ്റ്റ്യൻ. The Indian Standard Code of Practice for Plain and Reinforced Concrete is RCCയുടെയും PCCയുടെയും, അതായത് പ്ലെയിൻ സിമെൻറ്റ് കോൺക്രീറ്റിൻ്റെയും റീഇൻഫോഴ്സ്ഡ് സിമെൻറ്റ് കോൺക്രീറ്റിൻ്റെയും സ്പെസിഫിക്കേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ഇന്ത്യൻ സ്റ്റാൻഡേർഡ് കോഡ് IS 456 ആണ്. സോ ദ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ 3. A reinforced concrete beam is assumed to be made of. ഒരു റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് ബീമിൽ കോൺക്രീറ്റിന് പുറമെ റീഇൻഫോഴ്സിങ് സ്റ്റീൽ ബാർസും ഉണ്ടായിരിക്കും. അപ്പോൾ അതൊരു ഹെട്രോജീനിയസ് മെറ്റീരിയലായി. സോ ദ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ 2. അടുത്ത ക്വസ്റ്റ്യൻ. A temporary structure erected for providing a safe working platform. നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ടായിരിക്കും കൺസ്ട്രക്ഷനും അല്ലെങ്കിൽ റിപ്പയർ വർക്ക്സ് ഒക്കെ നടക്കുന്നിടത്ത് വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് നിൽക്കാനായിട്ടുള്ളൊരു വർക്കിംഗ് പ്ലാറ്റ്ഫോമായിട്ട് ഒരു ടെമ്പററി സ്ട്രക്ചറിനെ കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ടാവും. ഇതിനെയാണ് സ്കഫോൾഡിംഗ് എന്ന് പറയുന്നത്. So the correct answer is option 4, scaffolding. അടുത്ത question. Which one of the statements is not correct for concrete? Adding more water reduces its strength. 0 to 25 mm slump shows good workability. Slump test is used to measure workability. Small size aggregates need more water. കോൺക്രീറ്റ് കൂടുതൽ വെള്ളം ആഡ് ചെയ്യുന്നതോറും അതിൻ്റെ സ്ട്രെങ്ത് കുറഞ്ഞു വരും. അപ്പോൾ അതൊരു കറക്റ്റ് ഓപ്ഷനാണ്. ഇനി സ്ലം ടെസ്റ്റ് വർക്കബിലിറ്റി മെഷർ ചെയ്യാനാണ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ അതും കറക്റ്റാണ്. സ്മോൾ സൈസ് അഗ്രിഗേറ്റ് നീഡ് മോർ വാട്ടർ. കാരണം സ്മോൾ സൈസ് അഗ്രിഗേറ്റ്സിന് സർഫസ് ഏരിയ കൂടുതലായതുകൊണ്ട് തന്നെ വർക്കബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് കൂടുതൽ വാട്ടറും സിമെൻറ്റും ഒക്കെ ആഡ് ചെയ്യേണ്ടി വരും. പിന്നുള്ള ഓപ്ഷനാണ് 0 to 25 mm സ്ലം ഷോസ് ഗുഡ് വർക്കബിലിറ്റി. നമ്മൾ വർക്കബിലിറ്റിയുടെ ടെസ്റ്റിൽ, സ്ലം ടെസ്റ്റിൽ അതിൻ്റെ സ്ലം വാല്യൂസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ 0 to 25 mm വെരി ലോ വർക്കബിലിറ്റി എന്നായിരുന്നു പറഞ്ഞിരുന്നത്. അപ്പോൾ ആ ഓപ്ഷനാണ് ഇതിൽ തെറ്റായിട്ടുള്ളത്. സോ ദ ഇൻകറക്റ്റ് ഓപ്ഷൻ ഗിവൺ ഇസ് ഓപ്ഷൻ 2. 0 to 25 mm ഷോസ് ഗുഡ് വർക്കബിലിറ്റി എന്നാണ് ഓപ്ഷൻ തന്നിരിക്കുന്നത്. അത് തെറ്റാണ്. ദ അറേഞ്ച്മെൻറ്റ് മെയ്ഡ് ടു സപ്പോർട്ട് ആൻ അൺസേഫ് സ്ട്രക്ചർ ടെമ്പററിലി ഇസ് നോൺ ആസ്. നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും ബിൽഡിങ്സ് ഒക്കെ കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ റിപ്പയർ വർക്ക്സ് നടക്കുമ്പോഴൊക്കെ വർക്കേഴ്സിന് നിൽക്കാനായിട്ട് ടെമ്പററി സ്ട്രക്ചർ ഇറക്റ്റ് ചെയ്ത് കൊടുക്കുന്നതിനെ സ്കഫോൾഡിംഗ് എന്നാണ് വിളിക്കുന്നത്. ഇതേപോലെ തന്നെ വർക്ക് ചെയ്യുന്ന ബിൽഡിങ്ങിനോ അല്ലെങ്കിൽ പുതിയതായിട്ട് കൺസ്ട്രക്ട് ചെയ്യുന്ന ബിൽഡിങ്ങിനോ എക്സ്കവേഷനോ ഒക്കെ സപ്പോർട്ട് ചെയ്യാനായിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ടെമ്പററി സ്ട്രക്ചറിനെ, പ്രോപ്സിനെ ഒക്കെ ഷോറിംഗ് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ കറക്റ്റ് ആൻസർ ഓപ്ഷൻ 1 ആണ്, ഷോറിംഗ്. അടുത്ത ക്വസ്റ്റ്യൻ. ഫൈൻ അഗ്രിഗേറ്റ് ഇസ് വൺ ഹൂസ് പാർട്ടിക്കിൾസ് ആർ ഓഫ് സൈസ്. ഫൈൻ അഗ്രിഗേറ്റിൻ്റെ പാർട്ടിക്കിൾ സൈസ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തായിരുന്നു. 4.75 തൊട്ട് 150 മൈക്രോൺ വരെയാണ് ഫൈൻ അഗ്രിഗേറ്റ്സിൻ്റെ സൈസ്. സോ ദ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ 1, ബിലോ 4.75 മൈക്രോൺ. അടുത്ത ക്വസ്റ്റ്യൻ. ദ പ്രോസസ് ഓഫ് പ്രോപ്പർ ആൻഡ് ആക്യുറേറ്റ് മെഷർമെൻറ്റ് ഓഫ് കോൺക്രീറ്റ് ഇൻഗ്രീഡിയൻസ്.
കോൺക്രീറ്റിൻ്റെ ഇൻഗ്രീഡിയൻസിനെ ആക്യുറേറ്റ് ആയിട്ട് മെഷർ ചെയ്യുന്നതിനെ ബാച്ചിങ് എന്നാണ് പറയുന്നത്. ബാച്ചിങ് തന്നെ 2 ടൈപ്പ് ഉണ്ട്, വോളിയം ബാച്ചിങ്ങും വേവ് ബാച്ചിങ്ങും. വോളിയം യൂസ് ചെയ്ത് ഇൻഗ്രീഡിയൻസിനെ മെഷർ ചെയ്യുന്നതിനെ വോളിയം ബാച്ചിങ് എന്നും വെയ്റ്റിൻ്റെ ബേസിസിൽ മെഷർമെൻറ്റ്സ് എടുക്കുന്നതിനെ വേവ് ബാച്ചിങ് എന്നുമാണ് വിളിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ദ മിനിമം പാർട്ടിക്കിൾ സൈസ് ഓഫ് കോഴ്സ് അഗ്രിഗേറ്റ്. കോഴ്സ് അഗ്രിഗേറ്റിൻ്റെ പാർട്ടിക്കിൾ സൈസ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. 4.75 mm തൊട്ട് 80 mm വരെയാണ് കോഴ്സ് അഗ്രിഗേറ്റിൻ്റെ പാർട്ടിക്കിൾ സൈസ്. സോ ദ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ 3, 4.75. A lightweight concrete can be produced. Options നോക്കാം. By using lightweight aggregate, by introducing large voids within the concrete, by omitting fine aggregate, all of the above. ഈ പറഞ്ഞിരിക്കുന്ന 3 ഓപ്ഷൻസും യൂസ് ചെയ്ത് നമുക്ക് ലൈറ്റ് വെയ്റ്റ് കോൺക്രീറ്റ് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. So correct answer is option 4, all of the above. A compound which is added to concrete reduces setting time of concrete. കോൺക്രീറ്റിൻ്റെ പ്രോപ്പർട്ടീസ് മാറ്റാനായിട്ട് നമ്മൾ അതിലേക്ക് ആഡ് ചെയ്യുന്ന കെമിക്കൽസിനെ അഡ്മിക്സ്ചേഴ്സ് എന്നാണ് പറയുന്നത്. ഈ അഡ്മിക്സ്ചേഴ്സ് തന്നെ 4 ടൈപ്പ് ഉണ്ട് മെയിൻ ആയിട്ടുള്ള. എന്തൊക്കെയാണെന്ന് നോക്കാം. ആക്സിലറേറ്റർ എന്ന് പറയുന്നത് കോൺക്രീറ്റിൻ്റെ സെറ്റിംഗ് ടൈം ഷോർട്ടൻ ചെയ്യുക, അതായത് പെട്ടെന്ന് കോൺക്രീറ്റിനെ സെറ്റ് ചെയ്യിപ്പിക്കാനായിട്ട് ആഡ് ചെയ്യുന്ന കെമിക്കലാണ് ആക്സിലറേറ്റർ എന്ന് പറയുന്ന അഡ്മിക്സ്ചർ. ഇതിൻ്റെ എക്സാമ്പിളാണ് കാൽഷ്യം ക്ലോറൈഡ്. ഇത് യൂഷ്വലി കോൾഡ് കൺട്രീസിലൊക്കെയാണ് കോൺക്രീറ്റിൻ്റെ ടൈമിൽ ആഡ് ചെയ്യുന്നത്. റിട്ടാർഡേഴ്സ് എന്ന് പറയുന്നത് കോൺക്രീറ്റിൻ്റെ സെറ്റിങ്ങിനെ സ്ലോ ഡൗൺ ചെയ്യുക, അതായത് പെതുക്കെ സെറ്റ് ചെയ്യേണ്ട സിറ്റുവേഷൻസിലാണ് റിട്ടാർഡേഴ്സ് ആഡ് ചെയ്യേണ്ടത്. എക്സാമ്പിളാണ് ജിപ്സം. പിന്നെ പ്ലാസ്റ്റിസൈസേഴ്സ് എന്ന് പറയുന്നത് കോൺക്രീറ്റിൽ കൂടുതൽ വാട്ടർ ആഡ് ചെയ്യാതെ തന്നെ കോൺക്രീറ്റിൻ്റെ വർക്കബിലിറ്റി ഇംപ്രൂവ് ചെയ്യാനായിട്ട് ആഡ് ചെയ്യുന്ന അഡ്മിക്സ്ചറാണ്. പിന്നുള്ളതാണ് എയർ എൻട്രെയിനിങ് അഡ്മിക്സ്ചേഴ്സ്. ഇത് കോൺക്രീറ്റിനുള്ളിൽ എയർ ബബിൾസിനെ ഇൻകോർപ്പറേറ്റ് ചെയ്ത് ഇതിൻ്റെ വർക്കബിലിറ്റി ഇൻക്രീസ് ചെയ്യുന്നു. കൂടാതെ ഫ്രീസിങ്, ബ്ലീഡിങ് മുതലായവയൊക്കെ തടയുന്നു. ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് തന്നെ കോൺക്രീറ്റിൻ്റെ ഡെൻസിറ്റിയും കുറയുന്നു. കാരണം എയർ ബബിൾസ് നമ്മൾ ഇൻകോർപ്പറേറ്റ് ചെയ്യുവാണല്ലോ, അതുകൊണ്ട് തന്നെ കോൺക്രീറ്റിൻ്റെ ഡെൻസിറ്റിയും കുറയും. അപ്പോൾ ഈ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യനിൽ കോൺക്രീറ്റിൻ്റെ സെറ്റിംഗ് ടൈം റിഡ്യൂസ് ചെയ്യുന്ന അഡ്മിക്സ്ചർ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പോൾ അത് ആക്സിലറേറ്റർ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, the lowest grade of concrete that can be used for RCC works. RCC വർക്ക്സിന് യൂസ് ചെയ്യുന്ന ലോവസ്റ്റ് ഗ്രേഡ് ഓഫ് കോൺക്രീറ്റ് M20 ആണ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ 3. If the slump of concrete makes 60 mm, its workability is. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു സ്ലംപ് വാല്യൂവിൻ്റെ ബേസിസിൽ നമ്മൾ വർക്കബിലിറ്റി റേറ്റ് ചെയ്യുവാണെങ്കിൽ ഈ 60 mm വരുന്നത് 50 to 100 എന്ന റേഞ്ചിലാണ്. സോ the workability will be medium. Option 1. Which of the following grade is not recommended by IS 456/1964? IS 456 റെക്കമെൻഡ് ചെയ്യാത്ത ഗ്രേഡ് ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് നോക്കാം. M10, M55, M20, M40. ഇതിൽ M10ഉം 20ഉം 40 എല്ലാം കോഡ് റെക്കമെൻഡ് ചെയ്യുന്നതാണ്. അപ്പോൾ റെക്കമെൻഡ് ചെയ്യാത്തത് ഓപ്ഷൻ 2, M55 ആണ്. The ratio of different ingredients for M20 grade concrete is. M20 grade concreteൻ്റെ സിമെൻറ്റിൻ്റെയും ഫൈൻ അഗ്രിഗേറ്റിൻ്റെയും കോഴ്സ് അഗ്രിഗേറ്റിൻ്റെയും പ്രൊപ്പോർഷനാണ് ചോദിച്ചിരിക്കുന്നത്. The correct answer is option 3, 1:1.5:3. അടുത്ത ക്വസ്റ്റ്യൻ, ബൾക്കിംഗ് എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് സാൻഡിൻ്റെ ബൾക്കിംഗ് എന്ന് പറയുന്നത് മോയ്സ്ചർ കണ്ടൻറ്റ് പ്രസൻസ് കാരണം ഈ സാൻഡ് പാർട്ടിക്കിൾസിന് ചുറ്റും ഒരു തിൻ ഫിലിം, മോയ്സ്ചറിൻ്റെ ഒരു തിൻ ഫിലിം ഫോം ചെയ്യുന്നു. ഇത് കാരണം സാൻഡ് പാർട്ടിക്കിൾസ് കുറച്ച് അകന്ന് നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ സാൻഡിൻ്റെ വോളിയം കൂടുന്നു. അപ്പോൾ the correct answer would be option 3, increase in volume due to moisture which keeps the sand particles apart. To prevent segregation, the concrete should not be thrown from a height of more than. IS കോഡ് പ്രകാരം കോൺക്രീറ്റ് നമ്മളൊരു ഹൈറ്റിൽ നിന്ന് പോർ ചെയ്യുവാണെങ്കിൽ ഈ ഹൈറ്റ് 1.5 മീറ്റേഴ്സിൽ കൂടാൻ പാടില്ല. ഇങ്ങനെ കൂടുവാണെങ്കിൽ സെഗ്രിഗേഷൻ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. സോ the correct answer is option 3, 1.5 meters. The coefficient of linear expansion of concrete is almost the same as. കോൺക്രീറ്റിൻ്റെ കോഎഫിഷ്യൻ്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ എന്ന് പറയുന്നത് സ്റ്റീലിൻ്റെ കോഎഫിഷ്യൻറ്റുമായിട്ട് സിമിലർ ആണ്. അതുകൊണ്ടാണ് സ്റ്റീല് നമ്മൾ റീഇൻഫോഴ്സ്മെൻറ്റ് ബാറായിട്ട് കോൺക്രീറ്റിൽ യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ രണ്ടിൻ്റെയും കോഎഫിഷ്യൻ്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ ഏകദേശം ഈക്വൽ ആയുണ്ട്.
ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 12 × 10⁻⁻6 ആണ് per degree Celsius. Option 1. The ease with which concrete can be mixed and placed is known as. കോൺക്രീറ്റിനെ എന്തുമാത്രം എളുപ്പത്തോടെ നമുക്ക് മിക്സ് ചെയ്ത് ട്രാൻസ്പോർട്ട് ചെയ്ത് പ്ലേസ് ചെയ്യുമ്പോൾ ഈ പ്രോപ്പർട്ടിയെ വർക്കബിലിറ്റി എന്നാണ് വിളിക്കുന്നത്. ഓപ്ഷൻ 1. സ്ലം ടെസ്റ്റ് ഇസ് ഡൺ ഫോർ. സ്ലം ടെസ്റ്റ് നമ്മൾ പറഞ്ഞു വർക്കബിലിറ്റി കണ്ടുപിടിക്കാനാണ് കോൺക്രീറ്റിൻ്റെ. സോ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ 4. എക്സ്പാൻഷൻ ജോയിൻറ്റ്സ് ആർ പ്രൊവൈഡഡ് ഇഫ് ദ ലെങ്ത് ഓഫ് കോൺക്രീറ്റ് സ്ട്രക്ചേഴ്സ് എക്സീഡ്. നമ്മൾ കോൺക്രീറ്റ് സ്ട്രക്ചേഴ്സ് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ലെങ്ത് 45 മീറ്റേഴ്സിൽ എക്സീഡ് ചെയ്യുവാണെങ്കിൽ നമ്മൾ അവിടെ ഒരു എക്സ്പാൻഷൻ ജോയിൻറ്റ് പ്രൊവൈഡ് ചെയ്യും. സോ ദ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ 4, 45 meters. The ratio of different ingredients in concrete mix of grade M15 is. M15 ഗ്രേഡ് കോൺക്രീറ്റിൻ്റെ പ്രൊപ്പോർഷൻ, ഇൻഗ്രീഡിയൻസിൻ്റെ പ്രൊപ്പോർഷനാണ് ചോദിച്ചിരിക്കുന്നത്. അത് 1:2:4 ആണ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ 3. യൂണിറ്റ് വെയ്റ്റ് ഓഫ് PCC in kg/m3. പ്ലെയിൻ സിമെൻറ്റ് കോൺക്രീറ്റിൻ്റെ ഡെൻസിറ്റി 24 kN/m3 ആണ്. ഇതിനെ നമ്മൾ kg/m3 ആകുമ്പോൾ ദ ആൻസർ ബിക്കംസ് ഓപ്ഷൻ 3, 2400 kg/m3. The formwork from the sides of a beam can be removed after. ബീമിൻ്റെ സൈഡ്സിലെ ഫോം വർക്കിനെ കോഡ്സിൽ സ്പെസിഫൈ ചെയ്ത് അത് വരുന്ന കാറ്റഗറി എന്ന് പറയുന്നത് വെർട്ടിക്കൽ ഫോം വർക്ക് ടു കോളംസ്, വാൾസ് ആൻഡ് ബീംസിലാണ്. ഇത് റിമൂവ് ചെയ്യാനുള്ള മിനിമം പീരിയഡ് കോഡ് പറയുന്നത് 16 to 24 hours ആണ്. സോ ദ കറക്റ്റ് ആൻസർ വുഡ് ബി ഓപ്ഷൻ 1 day. സിമെൻറ്റ് കോൺക്രീറ്റ് ഇസ് സ്ട്രോങ് ഇൻ. പ്ലെയിൻ സിമെൻറ്റ് കോൺക്രീറ്റ് കംപ്രഷൻ എടുക്കാനാണ് സ്ട്രോങ്. ഇതിന് ടെൻസൈൽ ഫോഴ്സസ് താങ്ങാനുള്ള ശേഷിയില്ല. അതുകൊണ്ടാണ് നമ്മളിതിൽ സ്റ്റീല് ആഡ് ചെയ്ത് അതിനെ RCC ആക്കുന്നത്. സ്റ്റീലിൻ്റെ പ്രത്യേകത ഇതിന് ടെൻസൈൽ ലോഡ് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ RCCയിലെ കോൺക്രീറ്റിന് കംപ്രസീവ് ലോഡും RCCയിലെ സ്റ്റീലിന് ടെൻസൈൽ ലോഡും വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്നു. അപ്പോൾ പ്ലെയിൻ സിമെൻറ്റ് കോൺക്രീറ്റിൽ സ്റ്റീൽ ഇല്ലാത്തതുകൊണ്ട് തന്നെ കംപ്രസീവ് ലോഡ്സ് മാത്രമേ ക്യാരി ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ കറക്റ്റ് ആൻസർ ഓപ്ഷൻ 1, കംപ്രഷൻ. A badly mixed cement concrete results in. ബാഡ്ലി മിക്സ്ഡ് സിമെൻറ്റ് കോൺക്രീറ്റിലുണ്ടാകുന്ന ഡിഫക്റ്റ് എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈ തന്നിരിക്കുന്ന ഓപ്ഷൻസിലെ ഡിഫക്ട്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഹണി കോമ്പിംഗ് എന്ന് പറയുന്നത് വളരെ PSC പോയിന്റ് ഓഫ് വ്യൂവിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. ഹണി കോമ്പിംഗ് എന്ന് പറയുന്നത് കോൺക്രീറ്റിങ്ങിലെ മിക്സിങ് ശരിയാവാതെ വരുമ്പോൾ, ഓവർ കോമ്പാക്ഷൻ വരുമ്പോൾ, ഇംപ്രോപ്പർ വൈബ്രേഷൻ വരുമ്പോൾ, ഫൈൻ മെറ്റീരിയലിൻ്റെ അഭാവമുണ്ടെങ്കിൽ, അതായത് ഫൈൻ അഗ്രിഗേറ്റിൻ്റെ ഒക്കെ കുറവുണ്ടെങ്കിൽ ഒക്കെ സംഭവിക്കുന്ന ഒരു ഡിഫക്റ്റാണ് ഹണി കോമ്പിങ്. ഇതിലെന്താണെന്ന് വെച്ചാൽ ആദ്യത്തെ ഫിഗർ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. കോൺക്രീറ്റ് ഫോംവർക്ക് ഒക്കെ സ്ട്രിപ്പ് ചെയ്ത് കഴിയുമ്പോൾ, ഫോംവർക്ക് റിമൂവ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ കോഴ്സ് അഗ്രിഗേറ്റിനിടയ്ക്ക് വോയിഡ്സ് ഉണ്ടാകുന്നത് കാണാം. ഇങ്ങനെ സംഭവിക്കുന്നത് പ്രോപ്പർ മിക്സിംഗ് ഉണ്ടാവാതെ വരുമ്പോഴും ഈ ഫൈൻ അഗ്രിഗേറ്റ്, കോഴ്സ് അഗ്രിഗേറ്റിനിടയ്ക്കുള്ള വോയിഡ്സ് ഫില്ല് ചെയ്യാനായിട്ട് ഫൈൻ അഗ്രിഗേറ്റ് ഇല്ലാതെ വരുമ്പോഴൊക്കെയാണ് ഹണി കോമ്പിങ് ഉണ്ടാകുന്നത്. അടുത്ത ടൈപ്പ് ഡിഫക്റ്റ് ആണ് സെഗ്രിഗേഷൻ. സെഗ്രിഗേഷൻ എന്ന് പറയുമ്പോൾ കോൺക്രീറ്റിനുള്ളിലെ കോൺസ്റ്റിറ്റ്യൂവൻസ് എല്ലാം സെപ്പറേറ്റ് ആയി പോകുന്ന ഡിഫക്റ്റാണ്. ഇങ്ങനെ ഉണ്ടാകുന്നത് ഓവർ കോമ്പാക്ഷൻ കാരണമാണ്. സെഗ്രിഗേഷൻ്റെ തന്നെ ഒരു ടൈപ്പാണ് ബ്ലീഡിങ്. കോൺക്രീറ്റ് നമ്മൾ മിക്സ് ചെയ്ത് പ്ലേസ് ചെയ്ത് കഴിയുമ്പോൾ ഇതിനുള്ളിലെ വാട്ടർ കണ്ടന്റ് മാത്രം മുകളിലോട്ട് റൈസ് ചെയ്യുന്ന ഡിഫക്റ്റിനെയാണ് നമ്മൾ ബ്ലീഡിംഗ് എന്ന് വിളിക്കുന്നത്. ഇനി ലേറ്റൻസ് എന്ന് പറയുന്നത് സിമെൻറ്റ് വാട്ടർ പേസ്റ്റ് ആണ്. ഈ ഫ്രഷ് കോൺക്രീറ്റിൽ നിന്നും ഈ ലേറ്റൻസ് മാത്രം പൊങ്ങി വരികയും കോഴ്സ് അഗ്രിഗേറ്റ് താഴ്ന്നു വരുന്ന ഒരു ഡിഫക്റ്റുമുണ്ട്. ഇങ്ങനെ ഉണ്ടാകുന്നതും ഓവർ കോമ്പാക്ഷൻ കാരണമാണ്. ഇപ്പോൾ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരുന്നത് ഇംപ്രോപ്പർ മിക്സിംഗ് കാരണം ഉണ്ടാകുന്ന ഡിഫക്റ്റ് ഏതാണ് എന്നാണ്. അപ്പോൾ ദ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ 3, ഹണി കോമ്പിംഗ്. ഈ ക്വസ്റ്റ്യനോടുകൂടി ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ തീർന്നിരിക്കുന്നു. താങ്ക് യു.